ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് എനിക്ക് തോന്നി പൈനാപ്പിൾ ഒന്ന് പൊരിച്ചെടുക്കാം. നമ്മൾ പൈനാപ്പിൾ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് കൊടുന്നതായിരുന്നു. അപ്പോൾ ബാക്കി പൈനാപ്പിൾ വെച്ചിട്ട് ഞാനിതൊന്ന് പൊരിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ അങ്ങനെ ഞാനൊരു ബൗളിലേക്ക് 1 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1/4 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ 3/4 സ്പൂണോളം കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1/2 സ്പൂണോളം കുരുമുളകും പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതങ്ങനെ ഞാൻ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് അവിടെ പൈനാപ്പിൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ബാക്കിയുള്ളതും കൂടി ഇട്ടിട്ട് അതും കൂടി ഞാനിതൊന്ന് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അത്രയേ ഉള്ളൂ കേട്ടോ, നമ്മളിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. ഞാനിത് അവിടെ ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബട്ടർ തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഓയിലിൽ വേണമെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാം. അപ്പോൾ അതങ്ങനെ ബട്ടർ ആക്കി കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്ന സമയത്ത് നമുക്ക് ഇതേ രീതിയിൽ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടൊന്ന് തിരിച്ചിട്ടിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ 1-2 പ്രാവശ്യം ഞാൻ തിരിച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ ഇതായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതേ രീതിയിൽ തന്നെ ഞാൻ ബാക്കിയുള്ളതൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ, അത് ചൂടോടെ തന്നെ കഴിക്കണം. അപ്പോഴാണിത് നല്ലൊരു കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ആദ്യത്തേത് ഇവിടെ പൊരിച്ച് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് ഈ രീതിയിൽ തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ അത് അത്രയേ ഉള്ളൂ, നമ്മൾ മുഴുവനും ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ പൈനാപ്പിൾ നിങ്ങൾ പൊരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പൊരിച്ച് നോക്കണ്ട കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.